Hello dears, are you happy? Okay, today we are going to study about our fourth chapter from globe to map. Okay, അപ്പോൾ ഗ്ലോബിൽ നിന്ന് മാപ്പിലേക്ക് എന്ന നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അവിടെ ഞാൻ ഒരു പിക്ചറൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, ഡോറയാണ്. അപ്പോൾ മക്കൾക്കറിയാലോ എന്തായിരിക്കും ഇത്, മക്കളുടെ കൂട്ടുകാരിയല്ലേ. അതായത് എന്താ ഡോറ ബുജി അല്ലേ. അവരെന്താ ചെയ്യുന്നത്, അവർ ഫുള്ള് നാട് നീളെ നടക്കും അല്ലേ, എല്ലായിടത്തും യാത്ര പോകും. അപ്പോൾ ഇവർ യാത്ര പോകുമ്പോൾ എന്താ അവർക്ക് വഴി അറിയാത്തപ്പോൾ അവർ ആരോടെ ചോദിക്കുക? യെസ്, ഗുഡ്, മാപ്പിനോടാണല്ലേ. അപ്പോൾ എന്താണ്, മാപ്പിനോടാണ് അവർ ചോദിക്കുന്നത്. മാപ്പാണ് അവർക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചാപ്റ്റർ ഫ്രം ഗ്ലോബ് ടു മാപ്പാണ് അല്ലേ. അപ്പോൾ ഈ മാപ്പ് ഗ്ലോബൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു സ്ഥലം, നമ്മളുടെ പ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ എന്താണ്, ഈ നമ്മൾ എർത്തിൽ കുറേ പ്ലേസുകളുണ്ട്, കുറേ കോണ്ടിനെൻ്റ് ഉണ്ട് അല്ലേ. ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതൊക്കെ അവരുടെ ലൊക്കേഷനൊക്കെ കാണണമെങ്കിൽ നമുക്ക് മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ എർത്തിൻ്റെ ഷേപ്പിലാണ് വരുന്നത് അല്ലേ. ഒരു എർത്തിൻ്റെ മോഡലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ എന്താണ്, ഈ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നറിയാലോ. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയുടെ ഷേപ്പ് എന്തായിരിക്കും? ഡസ് ദി എർത്ത് റിയലി ഹാവ് എ സ്പെറിക്കൽ ഷേപ്പ്? സ്പെറിക്കൽ ഷേപ്പാണോ? എർത്ത് ഹാസ് എ യുണീക്ക് ഷേപ്പ് which is slightly flattened at the poles and slightly bulged in the middle. This shape of the earth is known as geoid. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഷേപ്പ് ചോദിച്ചാൽ ജിയോയിഡ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എർത്തിൽ എന്താണ്, എർത്തിൻ്റെ പോൾസിൽ, ഇതാണ് പോള്, ഈ പോൾസിൽ എന്ത് വരുന്നുണ്ട്, യുണീക്ക് ഷേപ്പ്, അതായത് ഫ്ലാറ്റൻഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെയോ ഇതിൻ്റെ സെൻറ്ററിൽ ബൾജായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഷേപ്പാണ് ജിയോയിഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഗ്ലോബ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഗ്ലോബ് എന്ന് പറയുന്നത് നമ്മൾ എന്താ, എർത്തിൻ്റെ ഒരു മോഡലാണ്, ട്രൂ മോഡലാണ് കേട്ടോ. എർത്തിന് അവിടെ കൊടുത്തിരിക്കുകയാണ് ഈ ഗ്ലോബിലൂടെ. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഇതിലൂടെ നമുക്ക് എല്ലാ കോണ്ടിനെൻറ്റും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ദ ഗ്ലോബ് ഈസ് ദി ട്രൂ മോഡൽ ഓഫ് ദി എർത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ് ഡിറ്റർമിൻ ദി ലൊക്കേഷൻ. ഓക്കെ, ഈ ഗ്ലോബ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്തിനാ? To understand geographical features on the surface of the earth and to determine the location. ലൊക്കേഷൻ ഞാൻ ഡോറയുടെ പിക്ചർ കാണിച്ചു അല്ലേ. അപ്പോൾ അവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് അവർ മാപ്പിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും പിന്നെ ഈ ഭൂമിയുടെ സർഫസിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനുമാണ് ഈ ഒരു ഗ്ലോബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഗ്ലോബിൽ കുറേ ലൈൻസ് ഉണ്ട് അല്ലേ. ഗ്ലോബിലുണ്ട് മാപ്പിലുണ്ട്, നിങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസും ഉണ്ട്, ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസും ഉണ്ട് അല്ലേ. ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കൽ ലൈൻസും ഉണ്ട് അല്ലേ. അപ്പോൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട് ദി പോയിന്റ് ഇൻ ദി സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദി എർത്ത് സെൻറ്റർ അല്ലേ. നമ്മൾ എന്താണ്, ഇതാണ് ഒരു എർത്ത്. ഓക്കെ, എർത്തിൽ ഇവിടെ സെൻറ്റർ. ഓക്കെ, ഇവിടെ കുറേ ലൈൻസ് ഉണ്ട്, ഇവിടെയും ലൈൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. എന്താണ്, ലാറ്റിറ്റ്യൂഡ് ലൈൻസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻസും ഈ ഒരു ലൈൻസിൻ്റെയും ഡിഫറൻസ് സെയിം ആണ്.
ഓക്കെ, ബോത്ത് സൈഡ് എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ, ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേറ്റർ. ഇതാണ് ഇക്വേറ്റർ 0 ഡിഗ്രി. അപ്പോൾ ഈ ഇക്വേറ്ററിൻ്റെ മേലെയും താഴെയുള്ള ഈ ലൈൻസ് സെയിം ആണ്. അതുപോലെ തന്നെ ഈ ലൈൻസും സെയിം ആംഗുലാർ ഡിസ്റ്റൻസിലാണ് വരിക. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട് ദി പോയിന്റ് ഇൻ ദി സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദി എർത്ത് സെൻറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് എന്താ, പാരലൽ ലൈൻസ് ആണ് വരിക അല്ലേ. ദീസ് ലാറ്റിറ്റ്യൂഡ് സർക്കിൾ ദാറ്റ് ആർ ഡ്രോൺ പാരലൽ ടു ദി ഇക്വേറ്റർ ഓൺ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ ഇക്വേറ്ററിന് പാരലായിട്ടാണ് ഓരോ ലൈൻസും ഇവിടെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് വരുന്നത്. ഓക്കെ, കണ്ടോ? അതാ ഇവിടെ കണ്ടോ, ഇതാണ് ലാറ്റിറ്റ്യൂഡ്. കണ്ടോ, ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ വരുന്ന ഈ ലൈൻസൊക്കെ ലാറ്റിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന നീളത്തിൽ വരുന്ന ഈ ലൈൻസ് ലോങ്ജിറ്റ്യൂഡാണ്. അതായത് നമ്മൾ ഇങ്ങനെയല്ല ലോങ്ജിറ്റ്യൂഡ് ലൈൻസ് വരുന്നത്, അത് നമ്മളെ എയറിനെ പോലെയാണ് ഇരിക്കുക. നമ്മൾ എയർ എന്താണ് ഇങ്ങനെ നീളത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ എയറിനെ ഓർത്ത് വെക്കുക, ലോങ് എയറാണ് ലോങ്ജിറ്റ്യൂഡ് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ലോങ് എയറിനെയാണ് ലോങ്ജിറ്റ്യൂഡ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറില്ല. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പാരലായിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ലോങ്ജിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോങ് എയറിന് ഓർത്ത് വെക്കുക. അപ്പോൾ ലോങ് എയർ ആകുമ്പോൾ ലോങ്ജിറ്റ്യൂഡ്. അപ്പോൾ പിന്നെ മറ്റത് ഓൾറെഡി കിട്ടുമല്ലേ, ലാറ്റിറ്റ്യൂഡ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇക്വേറ്റർ. വാട്ട് ഈസ് ഇക്വേറ്റർ പറഞ്ഞു അല്ലേ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിലുള്ള ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിനെയാണ് ഇക്വേറ്റർ എന്ന് പറയുക. ഇവിടെ കണ്ടോ, 0 ഡിഗ്രിയാണ് അത് വരിക. 0 ഡിഗ്രി ആ സെൻറ്ററിൽ ഇവിടെ പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസാണ് ഇക്വേറ്റർ. അത് 0 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ലൈൻ അറൗണ്ട് ദി മിഡിൽ ഓഫ് ദി എർത്ത് ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ അല്ലേ. അപ്പോൾ ഇവിടെ സെൻട്രലുള്ള ലൈനാണ്, 0 ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞു അല്ലേ ഇക്വേറ്ററിന്. അപ്പോൾ ഇവിടെ ഇക്വേറ്റർ ആണെങ്കിൽ നമ്മൾ പോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്താണ്, ഇവിടെ സൗത്താണ് അല്ലേ, ഇവിടെ എന്താണ് വെസ്റ്റാണ്, ഈസ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ അല്ലേ. ഇങ്ങനെയാണ് വരുന്നത് ന്യൂസ്. ഓക്കെ, ന്യൂസ്. അപ്പോൾ ഇവിടെ ന്യൂസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. അപ്പോൾ പോള് മാറില്ല. ന്യൂസ് എന്നാകുമ്പോൾ മേലെ നോർത്ത്, താഴെ സൗത്ത്. ഓക്കെ, ഇനി ഈ സൈഡ് ഈസ്റ്റാണ്, ഈ സൈഡ് വെസ്റ്റാണ്. അപ്പോൾ ന്യൂസ് എന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ പോൾസ്, ഇപ്പോൾ ഇവിടെ നോർത്തേൺ പോൾസാണ്, ഇവിടെ സൗത്തേൺ പോൾസാണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേറ്ററിന് മേലെ വരുന്ന ഹാഫ് നമ്മൾ ഒരു ഓറഞ്ച് എടുത്താൽ അതിനെ 2ആയി ഡിവൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ മേലത്തെ ഭാഗം എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, താഴത്തെ ഭാഗം സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഓക്കെ, ഇതൊരു എർത്താണെന്ന് വിചാരിക്കാം. എർത്തിൻ്റെ പോളാണ് ഇവിടെ അല്ലേ, ഇത് നോർത്ത് പോളാണ്, ഇവിടെ സൗത്ത് പോളാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഞാനൊരു ഒരു സെൻറ്ററിലേക്ക് ഒരു ലൈൻ വെച്ചു. ഓക്കെ, ലൈൻ വരച്ചു. അതായത് ഇതാണ് നമ്മളെ ഇക്വേറ്ററായിട്ട് വരുന്നത്. ഓക്കെ, ഇക്വേറ്ററിന് മേലെയുള്ള ഭാഗം നോർത്താണ്, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ. താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സൗത്താണ്, അപ്പോൾ ഈ ഭാഗം വരുന്നത് സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഭൂമിയെ 2ആയി ഡിവൈഡ് ചെയ്താൽ മേലെയുള്ള ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറും താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയറാണ്. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു വൈറ്റിലുള്ളത്. ഈ ഇക്വേറ്ററിന് 0 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. പിന്നെ ഇക്വേറ്റർ മൂവ് ടുവേർഡ്സ് ദി പോൾ. പോളിലേക്ക് പോകും തോറും, ഇതാണ് പോൾ അല്ലേ, പോളിലേക്ക് പോകും തോറും ഇത് ചെറുതായി വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ലൈൻസൊക്കെ ചെറുതായി വരും. ഓക്കെ, ഇവിടെ കണ്ടോ,
ഇവിടുത്തെ ഇക്വേറ്ററിന് മേലേക്ക് പോകുമ്പോഴും ഇക്വേറ്ററിന് താഴേക്ക് വരുമ്പോഴും എന്തായി പോകുന്നുണ്ട്, ഇവിടുത്തെ ലൈൻസ് ചെറുതായി വരുന്നുണ്ട് അല്ലേ. കണ്ടോ, ഇവിടെ പോൾസിലേക്ക് എത്തുമ്പോൾ സ്മോളറായിട്ടാണ് അവിടുത്തെ ലൈൻസൊക്കെ വരുന്നത്. അതായത് അത് സൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഇക്വേറ്റർ മൂവ് ടുവേർഡ്സ് ദി പോൾസ്, ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഗെറ്റ് സ്മോളർ ഇൻ സൈസ്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ആസ് എ 2 ഹെമിസ്ഫിയർ പറഞ്ഞതാണ് അല്ലേ. ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ദി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ഈസ് കോൾഡ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ ലൈസ് ടു ദി സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ ഈസ് കോൾഡ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, പിന്നെയോ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കോണ്ടിനെൻറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന കോണ്ടിനെൻറ്റ് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, യൂറോപ്പ്, പിന്നെ മോസ്റ്റ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ കൂടുതൽ ഭാഗവും നമ്മൾ എന്തിലാണ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരിക. കോണ്ടിനെൻറ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയറിലോ? സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയുമാണ്. ഓർത്ത് വെക്കുക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. പിന്നെയോ 2 ഹെമിസ്ഫിയറിലും വരുന്നുണ്ട് കേട്ടോ. സദേണിലും നോർത്തേണിലും മിക്സായിട്ട് വരുന്നുണ്ട്. അത് ആഫ്രിക്കയാണ്. സൗത്ത് അമേരിക്കയിലെ കൊളംബിയയും ബ്രസീലും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഓഷ്യാനിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ 2 കോണ്ടിനെൻറ്റിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നോർത്ത് പോളും സൗത്ത് പോളും ഞാൻ പറഞ്ഞു തന്നു അല്ലേ. അതായത് ഒന്നുമില്ല, ഇവിടെ ഞാൻ പറഞ്ഞതാണ് 90 ഡിഗ്രി, ഇവിടെ 0, ഇത് ഇക്വേറ്റർ 0 ആണ്, 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. ഓക്കെ, ഇവിടെ 90 ഡിഗ്രിയാണ് വരിക കേട്ടോ. 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി സൗത്ത് വരും, അവിടെ നോർത്ത് വരും. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ ദ നോർത്ത് ഈസ് കോൾഡ് നോർത്ത് പോള്, 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ ദി സൗത്ത് ഈസ് കോൾഡ് സൗത്ത് പോൾ. ഓക്കെ അല്ലേ. പിന്നെയോ ലാറ്റിറ്റ്യൂഡ് ഇൻ ദി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് അല്ലേ. നോർത്തിൽ ഇക്വേറ്ററിന് നോർത്തിലുള്ള ഭാഗത്തിലെ ലാറ്റിറ്റ്യൂഡിനെ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് എന്നും, ഇക്വേറ്ററിൻ്റെ സൗത്തിലുള്ള ഭാഗത്തിലുള്ള ഇവിടെ തന്നെ ലാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, ഈ ലാറ്റിറ്റ്യൂഡിനെയൊക്കെ നമ്മൾ സദേൺ ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. പിന്നെ ഇതാണ് കണ്ടോ, നോർത്ത് പോള് സൗത്ത് പോള് ഈ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. കുറച്ച് ചെരിവുണ്ട് കേട്ടോ നമ്മളെ എർത്തിൽ. ഇവിടുത്തെ ആക്സിസിന്, ഈ ഒരു ഗ്ലോബിൻ്റെ ആക്സിസിൽ ഒരു ചെരിവ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അത് പിന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ്. വലിയ ക്ലാസ്സിലൊക്കെ അത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ഡിഗ്രിയാണ് ഇവിടുത്തെ ഇക്വേറ്റർ. അപ്പോൾ അതിന് മേലെ അല്ലേ, നമ്മൾ ഇക്വേറ്ററിന് മേലെ ഈ ഒരു പാർട്ടാണ് 23 ഡിഗ്രി, 23.5 ഡിഗ്രി നോർത്ത്. അതുപോലെ തന്നെ താഴെ ഉണ്ട് അല്ലേ, സെയിം ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 23.5 ഡിഗ്രി സൗത്ത് ഉണ്ട്. ഇവിടെ മേലെ 66 1/2 ഡിഗ്രി നോർത്ത് ഉണ്ട്, 66.5 ഡിഗ്രി സൗത്തും ഉണ്ട്. ഓക്കെ, പിന്നെ പോളിൽ 90 ഡിഗ്രി നോർത്താണ്, ഇവിടെ 90 ഡിഗ്രി സൗത്താണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഒരു എർത്തിൽ വരുന്ന ആക്സിസിൽ എർത്തിൽ വരുന്ന ഒരു ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ ഈ എർത്തിൽ ഈ ഇക്വേറ്ററിൻ്റെ റീജിയന് ഇക്വറ്റോറിയൽ റീജിയനാണ് എന്നറിയപ്പെടും. ഇവിടെ നമ്മൾ ഈ 23 ഡിഗ്രി ആൻഡ് ഹാഫിന് പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി സൗത്തിന് പറയുന്ന പേരാണ് ടോപ്പിക് ഓഫ് കാപ്രിക്കോണ്. പിന്നെ 66.5 ഡിഗ്രി നോർത്തിന് പറയുന്ന പേരാണ് ആർട്ടിക് സർക്കിള്. 66.5 ഡിഗ്രി സൗത്തിന് പറയുന്ന പേരാണ് അന്റാർട്ടിക് സർക്കിള്. ഓക്കെ, പിന്നെ പോളിലാണ് ഇവിടെ വരുന്നുണ്ട് അല്ല 90 ഡിഗ്രി, അത് പോളാർ റീജിയൻ. അപ്പോൾ ഈ ഓരോ റീജിയനിലെയും കാലാവസ്ഥകളൊക്കെ നമുക്ക് ക്ലൈമറ്റ്സൊക്കെ പഠിക്കാനാണ് കേട്ടോ. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇക്വറ്റോറിയൽ റീജിയന് ഒക്കെ, പിന്നെ അവിടുത്തെ ആർട്ടിക് റീജിയൻ, പിന്നെന്തോ പോളാർ റീജിയൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പഠിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഒരു കോളംസ് തന്നിട്ടുണ്ട് അല്ലേ, അത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷർ ചെയ്യാൻ 0 ഡിഗ്രി എന്ന് പറയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്രയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര വരും? 23.5 ഡിഗ്രി വരിക മേലെത്തത് അല്ലേ, നോർത്ത് വരും. അപ്പോൾ ഇവിടെ 23.5 സൗത്തിന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്.
കാപ്രിക്കോൺ. ഓക്കെ, ആർട്ടിക് റീജിയനിലെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്താണ്. 66.5 ഡിഗ്രി സൗത്തിന് പറയുന്നത് അന്റാർട്ടിക് റീജിയൻ എന്നാണ്. ഓക്കെ, ഇനി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് പഠിച്ചു. ഇനി ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് പറയുന്നത്. ഈ ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസിനെ മെറീഡിയൻ ഓഫ് ലോങ്ജിറ്റ്യൂഡ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ഇമാജിനറി ലൈൻ തന്നെയാണ്. ഡ്രോൺ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് കണക്റ്റിംഗ് ദി നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെൻറ്റേഴ്സ് ആർ കോൾഡ് ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ്. അല്ലേ, നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ 0 ഡിഗ്രി സെൻട്രൽ എന്ന് പറഞ്ഞു അല്ലേ. ഇതിപ്പോൾ ഇവിടുത്തെ നോർത്ത് പോൾ ഇതാണ്, ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയൊക്കെ എന്ത് പറയുന്നുണ്ട്, ലൈൻസിനെയൊക്കെ നമ്മൾ ലോങ്ജിറ്റ്യൂഡ്, ലോങ് എയർ എന്ന് പറഞ്ഞു അല്ലേ, ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, നോർത്ത് പോളിൽ നിന്ന്, ഇവിടെയാണ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരക്കുന്ന ആ ഒരു ലൈൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ്. ഇറ്റ് ഈസ് എ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് കണക്റ്റിംഗ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെൻറ്റർ. ഓക്കെ, ആർ കോൾഡ് ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ്. ഇതിൽ നമ്മൾ ഈ ഒരു പാർട്ടിനെയാണ് 0 ഡിഗ്രി വരുന്നത് കേട്ടോ. നേരത്തെയുള്ള 0 ഡിഗ്രി അറിയാലോ, ലോങ്ജിറ്റ്യൂഡിനൽ 0 ഡിഗ്രി ഇതാണ്. അപ്പോൾ 0 ഡിഗ്രീന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഒരു ബോൾ അല്ലേ, അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഓക്കെ, നമ്മൾ ഓറഞ്ച് എടുത്താൽ ആ ഓറഞ്ചിൻ്റെ നമ്മളെ സൈഡൊക്കെ കാണുന്ന, നമ്മളെ ഫേസിലേക്ക് കാണുന്ന സൈഡ് 0 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലേ, ബാക്ക് സൈഡിന് പറയുന്ന പേര് ആ ഒരു ഡിഗ്രിയാണ് 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഈ 2 ഡിഗ്രിയും ഈ ഒരു ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസിൽ ഇമ്പോർട്ടൻസ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് 0 ഡിഗ്രി വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാക്കിൽ വരുന്നതാണ് 180 ഡിഗ്രി വരാം. അപ്പോൾ ഇവിടുത്തെ നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് പറയുന്ന പേര് ഇക്വേറ്റർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിന് പറയുന്ന പേരുണ്ടല്ലേ, അതാണ് പ്രൈം മെറീഡിയൻ. പ്രൈം മെറീഡിയൻ. ദ 0 ഡിഗ്രി ലൈൻസ് ഓഫ് ലോങ്ജിറ്റ്യൂഡ് ഈസ് കോൾഡ് പ്രൈം മെറീഡിയൻ. ഓക്കെ, ഈ പ്രൈം മെറീഡിയന് വേറൊരു പേരുണ്ട്, ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നാണ് കേട്ടോ. ഗ്രീൻവിച്ച് മെറീഡിയൻ. സിൻസ് ദീസ് ലൈൻ പാസസ് ത്രൂ ഗ്രീൻവിച്ച് നിയർ ലണ്ടൻ, ദീസ് ലൈൻ ഈസ് കോൾഡ് ഗ്രീൻവിച്ച് മെറീഡിയൻ. ഈ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ പ്രൈം മെറീഡിയന് പാസ് ചെയ്യുന്നത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻസിന് ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന പേര് വന്നത്. ഓക്കെ, ലൈൻസ് പാസസ് ത്രൂ ഗ്രീൻവിച്ച് നിയർ ലണ്ടൻ, ദിസ് ലൈൻ ഈസ് കോൾഡ് ഗ്രീൻവിച്ച് മെറീഡിയൻ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞു അല്ലേ, അതിനും ഒരു പേരുണ്ട് കേട്ടോ. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇവിടെ പറയാം, ബേസ്ഡ് ഓൺ ദ പ്രൈം മെറീഡിയൻ ദ എർത്ത് ക്യാൻ ഡിവൈഡഡ് ഇൻറ്റു ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ അല്ലേ. നമ്മൾ എർത്തിനെ ഡിവൈഡ് ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസായ ഈ ഒരു പ്രൈം മെറീഡിയൻ 0 ഡിഗ്രി, ഇതാണ് നമ്മൾ ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് 0 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മൾ എർത്തിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് ഏതായിരുന്നു, ഈസ്റ്റ് ആയിരുന്നു അല്ലേ, ഈ സൈഡ് വെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഇതിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പറയപ്പെടുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറും ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, 180 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡൽ ലൈൻ ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇതിൽ മക്കൾ
ഇമ്പോർട്ടൻസ് ആണ്, പഠിച്ചു വെക്കുക. സോ ദി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. നമ്മൾ എന്താ ഇവിടെ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് നമ്മൾ കണ്ടു അല്ലേ. അതെന്തായിരുന്നു, അത് ഇവിടെ കണ്ടോ, ഇതെന്തായിരുന്നു 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു. പക്ഷേ ഇവിടെ 180 ഡിഗ്രി കണ്ടോ, ഇവിടെ 180 ഡിഗ്രി ഇത് സ്ട്രൈറ്റ് അല്ല അല്ലേ. ഈ റെഡിൽ അവിടെ കാണുന്നത് അത് സ്ട്രൈറ്റ് ലൈൻ അല്ല. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഈ ലൈന് സ്ട്രൈറ്റ് ലൈൻ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതാണ്. ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും ഒക്കെ അവിടെ ഒരു എർത്തിൽ വന്നാൽ, ഒരു ഗ്ലോബിൽ വന്നാൽ അതെന്ത് വരുന്നുണ്ട്, അവിടെ ഒരു നെറ്റ്വർക്കായിട്ടാണ് കാണാമല്ലേ. നെറ്റായിട്ട് നമ്മൾ നെറ്റ് എന്ന് പറയുമല്ലോ, നെറ്റ് അതുപോലെ കാണാം. അതിന് പറയുന്ന പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് ആർ കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ. വി ക്യാൻ സീ ദി നെറ്റ്വർക്ക് ഓഫ് ദി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ദി ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസ് ഓൺ മാപ്സ് ആൻഡ് അറ്റ്ലസ്. മാപ്പിലും അറ്റ്ലസിലും ഈ ഒരു ലൈൻസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ലാറ്റിറ്റ്യൂഡിനൽ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻസും അവിടെ കൊടുത്തതാണ്. അപ്പോൾ അത് എത്ര ഡിഗ്രി ആണെന്ന് അവിടെ എഴുതണം കേട്ടോ. അതാണ് അവിടെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡിനൽ എന്താ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ഡാഷ് ടു ഡാഷ്. ഓക്കെ, ഫ്രം 8 ഡിഗ്രി നോർത്ത് ടു ഫ്രം 38 ഡിഗ്രി നോർത്ത്. ഓക്കെ, ഇവിടെ ലോങ്ജിറ്റ്യൂഡ് ഫ്രം എവിടെ വരും, ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ടു 98 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാപ്പ് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗ്ലോബിൽ നിന്ന് മാപ്പിലേക്ക് പകർത്തുന്നുണ്ട് അല്ലേ, അതിന് പറയുന്ന പേരാണ് മാപ്പ് പ്രൊജക്ഷൻ. ഓക്കെ, മാപ്പ് പ്രൊജക്ഷൻ ഈസ് എ വേ ടു റെപ്രസെൻറ്റ് ദി കർവ്ഡ് സർഫസ് ഓഫ് ദി എർത്ത്. കർവ്ഡ് സർഫസ് മീൻസ് സ്പിയർ ഓർ ഗ്ലോബ് ആണല്ലേ, ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, ഫ്ലാറ്റ് സർഫസ് ഉദ്ദേശിക്കുന്നത് മാപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്ലോബിൽ നിന്ന് മാപ്പിലേക്ക് മാറ്റുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ് മാപ്പ് പ്രൊജക്ഷൻ. അപ്പോൾ മാപ്പ് പ്രൊജക്ഷൻ, വാട്ട് ഈസ് മാപ്പ് പ്രൊജക്ഷൻ? മാപ്പ് പ്രൊജക്ഷൻ ഈസ് എ വേ ടു റെപ്രസെൻറ്റ് ദി കർവ്ഡ് സർഫസ് ഓഫ് ദി എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഓക്കെ, the network of the lines of latitude and longitude that help us to determine location of India on earth. അല്ലേ, നമ്മൾ എവിടെ ഉള്ള പ്ലേസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ്, അതായത് നെറ്റ്വർക്ക്. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഒരു പ്ലേസ് ഇവിടെയാണെങ്കിൽ ഈ ഒരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ലോങ്ജിറ്റ്യൂഡ് എത്രയും നോക്കും, ലാറ്റിറ്റ്യൂഡ് എത്രയും നോക്കും. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷന് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ദിസ് നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് പ്രൊവൈഡ്സ് ദി ഫ്രെയിംവർക്ക് ഫോർ മാപ്പ് മേക്കിംഗ്. അല്ലേ, ഈ മാപ്പ് മേക്കിങ്ങിനെ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫിയാണ് കേട്ടോ. എല്ലാടെ ടി ആണ് വരുന്നത്. കാർട്ടോഗ്രാഫി എന്നാണ് ഈ ഒരു മാപ്പ് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേര്. അങ്ങനെ 3 ടൈപ്സ് മാപ്പ് പ്രൊജക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, സെക്കൻഡ് വൺ ജെനിത്താൾ പ്രൊജക്ഷൻ, തേർഡ് വൺ
കോണിക്കൽ പ്രൊജക്ഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. ഈ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സർഫസ് ഓഫ് ദി എർത്ത്, അതായത് എർത്തിൻ്റെ മേലെ കൂടെ ഒരു സിലിണ്ടർ വെക്കുക. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടർ അറിയാലോ, ആ ഷേപ്പ് തന്നെ വരുന്ന കേട്ടോ, ആ ഷേപ്പ് തന്നെ വരും. ഇവിടെ കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഈ പിക്ചർ നോക്കാം, ആ ഒരു സാധനമാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ഒരു ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടർ എന്തിന് നമ്മൾ ഗ്ലോബിൻ്റെ മേലെ വെക്കാം. പിന്നെ ഗ്ലോബിൻ്റെ ഉള്ളിൽ ലൈറ്റും കൂടി വെക്കണം കേട്ടോ. ലൈറ്റ് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രകാശത്തിൽ ഈ ഒരു ഗ്ലോബിൽ പ്ലേസുകളൊക്കെ ഈ സിലിണ്ടറിക്ക് സർഫസിലേക്ക് പതിയുന്നുണ്ട്. അങ്ങനെ ആ പതിഞ്ഞ സിലിണ്ടറിക്ക് സർഫസിൽ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് മാപ്പ് കിട്ടുന്നുണ്ട്. ആ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ it is a way of projecting the surface of the earth onto a cylinder. When the cylinder is unrolled into flat surface, it becomes a map. അല്ലേ, ഈ സിലിണ്ടർ അൺറോൾ ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് ഇറ്റ് ബിക്കംസ് എ മാപ്പ്, ഒരു മാപ്പായി കിട്ടുന്നുണ്ട്. മാപ്പ് വി ഗെറ്റ് വെൻ ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൊജക്റ്റഡ് ഓൺ സിലിണ്ടറിക്കൽ സർഫസ്. അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു മാപ്പിൽ പതിയുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ മാപ്പ് പ്രൊജക്ഷൻ, ഈ ഒരു സിലിണ്ടറിക്കൽ മാപ്പ് പ്രൊജക്ഷന് എവിടുത്തെ പ്ലേസാണ്, എവിടുത്തെ മാപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇക്വറ്റോറിയൽ റീജിയനിലെയാണ് കേട്ടോ. അതായത് ഇക്വേറ്റർ അറിയാമല്ലോ, 0 ഡിഗ്രി, ആ ഒരു റീജിയനിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് ഇവിടെ ഈ ഒരു സിലിണ്ടറിക്കൽ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ താഴെ കൊടുത്തത്. ദിസ് മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി എക്സാക്ട് മാപ്പിംഗ് ഓഫ് ഇക്വറ്റോറിയൽ റീജിയൻ. ഓക്കെ അല്ലേ, പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് സൈനിത്താൽ പ്രൊജക്ഷൻ. ഈ സൈനിത്താൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, നമ്മൾ ഗ്ലോബ്, ഈ ഗ്ലോബിൻ്റെ മേലെ പോളാർ റീജിയൻ അറിയാലോ, പോള് മേലെ താഴെ വരുന്നുണ്ടല്ലോ, ആ പോളിലേക്ക് ഒരു നിങ്ങൾക്ക് പേപ്പർ വെക്കാം. ഓക്കെ, ആ പേപ്പർ വെച്ചു. ആ പേപ്പറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വേണം. അപ്പോൾ അവിടെ ആ ഒരു പിക്ചർ പതിയുന്നുണ്ട് അല്ലേ, ഗ്ലോബിലെ മേലത്തെ പിക്ചറൊക്കെ പതിയുന്നുണ്ട്. അങ്ങനെയാണ് ഈ സൈനിത്താൽ പ്രൊജക്ഷൻ വരുന്നത്. എന്താ, ഫസ്റ്റ് ഇമാജിൻ പ്ലേസിങ് എ ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് എ പേപ്പർ ഓൺ ടോപ്പ് ഓഫ് എ ഗ്ലോബ്. ഗ്ലോബിൻ്റെ ടോപ്പിൽ വെക്കുക. ടച്ചിങ് ഇറ്റ് ഓൺ പോയിന്റ്, ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. ദ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് ആർ ദെൻ പ്രൊജക്റ്റഡ് ഓൺ ടു പേപ്പർ. അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ ഈ പേപ്പറിലേക്ക് പതിയുന്നുണ്ട്. ദിസ് ഗീവ്സ് ടോപ്പ് ഡൗൺ വ്യൂ ഫ്രം ദാറ്റ് പോയിന്റ്. ഇതിൽ കാണുന്നത് മേലത്തെ ടോപ്പിൻ്റെയും ഡൗണിൻ്റെയും, അതായത് പോളാർ റീജിയൻ, സൗത്ത് പോള് നോർത്ത് പോള് നമ്മൾ പറഞ്ഞു പോലെ ആ ഒരു റീജിയനിലെയാണ് ഈ ഒരു മാപ്പിൽ കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും കാണാം, പോളാർ റീജിയനിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും അവിടെ പതിഞ്ഞു വരും. അതാണ് ഇവിടെ കൊടുത്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ മാപ്പ് ഒബ്റ്റെയിൻ വെൻ ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി പോളാർ റീജിയൻ ആർ പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി തേർഡ് വരുന്നത് കോണിക്കൽ പ്രൊജക്ഷനാണ്. അപ്പോൾ ഈ കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കണ്ടോല്ലോ, അതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് ഒരു ഗ്ലോബിന് ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവും അല്ലേ, ആ ഗ്ലോബിൻ്റെ മേലെ കൂടെ ഒരു കോണ് വെക്കാം. ഓക്കെ, നമുക്ക് ഐസ്ക്രീമിൻ്റെ കോണൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അപ്പോൾ ആ ഒരു കോണിനാണ് അവിടെ വെക്കുന്നത്. ആ ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഗ്ലോബിനെ പതിയും ഫുള്ള് മൂടുന്ന വിധത്തിൽ ഒരു പേപ്പർ വെക്കാം. ഓക്കെ, ആ പേപ്പറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചർ പതിയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് ഓപ്പൺ ആക്കണം. ആ ഒരു പേപ്പർ ഓപ്പൺ ആക്കിയാൽ അവിടെ കിട്ടുന്ന ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇമാജിൻ
placing a cone over the globe so that it touches the earth's along certain latitude. Okay, like ഇന്ത്യ ഓർ USA ഒക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു കോണിന് ഗ്ലോബിന് മേലെ വെച്ചാൽ അവിടുത്തെ കുറച്ച് ലാറ്റിറ്റ്യൂഡിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ പ്രൊജക്റ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഗ്ലോബ് ഓൺ ടു ദാറ്റ് കോൺ. ഓക്കെ, ഈ കോണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഫീച്ചേഴ്സൊക്കെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ പതിയുന്നുണ്ട്. അൺറോൾ ദി കോൺ ഇൻ ടു എ ഫ്ലാറ്റ് മാപ്പ്. അങ്ങനെ ആ ഒരു കോണിനെ അൺറോൾ ചെയ്താൽ ഒരു ഫ്ലാറ്റ് മാപ്പ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലാണ് കോണിക്കൽ പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ ഈ കോണിക്കൽ പ്രൊജക്ഷനിൽ എവിടുത്തെ മാപ്പായിരിക്കും നമുക്ക് കാണാം, മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയനിലെ മാപ്പായിരിക്കും നമുക്ക് കിട്ടുക. ദിസ് മാപ്പ് projection is used more to make the maps of mid latitude region. mid latitude regionിലെ മാപ്പായിരിക്കും ഇവിടെ കാണുന്നത്. ഓക്കെ, അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്യാരക്ടറിസ്റ്റിക്. അവിടെ ക്യാരക്ടറിസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എന്താ, ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കൊടുത്തിന് ഡെവലപ്പബിൾ സർഫസ് ഈസ് എ ഫ്ലാറ്റ്, മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദി ഇലുസ്ട്രേഷൻ ഓഫ് പോളാർ റീജിയൻ. അപ്പോൾ പോളാർ റീജിയനിലെ മാപ്പ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊജക്ഷൻ വഴിയാണ് പറഞ്ഞ സൈനിത്താൾ പ്രൊജക്ഷനാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. ഈ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെ അവിടെ പറയാൻ പറ്റും കണ്ടോ. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഓൺ എ cylindrical surface. This projection can be used for the exact mapping of equatorial region. ഇക്വറ്റോറിയൽ റീജിയനിലെ മാപ്പാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ അവിടെ എങ്ങനെയാണ് കിട്ടുന്നത്, സിലിണ്ട്രിക്കൽ സർഫസിലാണ് കിട്ടുക. ഓക്കെ, തേർഡ് വൺ എന്തായിരിക്കും, കോണിക്കൽ പ്രൊജക്ഷൻ ആയിരിക്കും അല്ലേ. അതിലെന്താ ഫീച്ചേഴ്സ് കൊടുക്കുക, ക്യാരക്ടറിസ്റ്റിക്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ ട്രാൻസ്ഫോർഡ് ടു കോണിക്കൽ സർഫസ്. കോണിക്കൽ സർഫസിലേക്കാണ് ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് മാപ്പ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ. മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയനിലെ മാപ്പാണ് നമ്മൾ കോണിക്കൽ പ്രൊജക്ഷനിലൂടെ നമുക്ക് കിട്ടുക. ഓക്കെ, ഇതോടെ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.